Hi dears, welcome to World of Women. Soumya from Kannur. അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ്. M2 ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. കറക്റ്റ് സ്ക്രീൻഷോട്ട് സൈസ് വായിക്കുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അൺബോക്സിംഗ് വീഡിയോ മസ്റ്റ് ആണ്. കട്ടാ പോസ്റ്റ് ചെയ്യേണ്ടെടുക്കുക കേട്ടോ. റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതല്ല, ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്. അപ്പം ഒരുപാട് കസ്റ്റമേഴ്സിനോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. എന്താ പറയുക, നിർത്തി പറയും. അപ്പം ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കാം. നിർത്തി പറയുന്ന രീതിയിൽ ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം കാര്യത്തിലേക്ക് ഞാൻ കിടക്കാം. പ്യൂർ ആയിട്ടുള്ള കാന്ത കോട്ടൺ ആണ്, ബ്ലൂ ഷെയ്ഡ് ആണ്. പ്യൂർ ആയിട്ട് മീൻസ് ഒറിജിനൽ ത്രെഡ് വർക്ക് ആണ്. ഒറിജിനൽ ത്രെഡ് ആണ്, ഡ്യൂപ്ലി ഒന്നല്ല. റൗണ്ട് വിത്ത് വി പാറ്റേൺ, സൈഡ് സ്ലിറ്റ്, 46 ലെങ്ത്, കോട്ടൺ ലൈനിങ്, ഈ ഒരു ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ്, ഈ ഒരു പ്രിന്റ് കേട്ടോ. പിന്നെ ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ് ആണ്. ബാക്കി നമ്മുടെ അടിപൊളിയായിട്ടുള്ള മോഡലാണ്. പ്യുവർ കാന്ത കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ലൈനിങ്ങും ആണ്. പിന്നെ കാരണം ഒരുപാട് കസ്റ്റമേഴ്സിന് ഒരുപാട് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും എന്താ പറയുക എടുത്തെടുത്ത് പറയാൻ കാരണം. 38, 40, 42, 44 സൈസ് ചാർട്ട് വരിക. പിന്നെ കൂടാണ്ട് 650 ഫ്രീ ഷിപ്പിംഗ്, 650 ഫ്രീ ഷിപ്പിംഗ്. അപ്പം ഇതാണ് ഒന്നാമത്തെ മോഡൽ. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് ജസ്റ്റ് കളർ വ്യത്യാസമുണ്ട്. നല്ലൊരു റെഡ് എന്ന് പറയാൻ പറ്റില്ല, മെറൂൺ എന്ന് പറയാൻ പറ്റില്ല. ഒരു നല്ലൊരു കളറാണ്, ഒരു വെറൈറ്റി കളറാണ്. ഒരു ചെറിയ റെഡ് എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഒരു വാർണിഷ് കളർ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു മോഡലാണ് കേട്ടോ. മെറൂൺ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആണ് കളർ. റൗണ്ട് നെക്ക് ആണ് വരിക, വിത്ത് വി പാറ്റേൺ. M2 ഡബിൾ എക്സൽ 38 മുതൽ 44 സൈസ് ആയിട്ട്. കോട്ടൺ ലൈനിങ്, ബേക്കിൽ സെയിം എല്ലാം ഇതേ പ്രിന്റ് ആണ്. പ്യൂർ ആയിട്ടുള്ള കാന്ത കോട്ടൺ ആണ്. 650 ഫ്രീ ഷിപ്പിംഗ്, 46 ലെങ്ത് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ എല്ലാത്തിനും പ്രിന്റ് വ്യത്യാസം ഉണ്ടാവും, കളേഴ്സ് വ്യത്യാസം ഉണ്ടാവും. റേറ്റ് എല്ലാം 650 ഫ്രീ ഷിപ്പിംഗ് ആണ്. പ്യൂർ ആയിട്ടുള്ള കാന്ത കോട്ടൺ. ഈ വീഡിയോ കാണുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡ് ആണ്, ഡിം അല്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമാവും. നല്ലൊരു അത്യാവശ്യം ബ്രൈറ്റുള്ള നല്ലൊരു കളറാണ്. ഒരു ടെർമറിക് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ഒരു മാംഗോ യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ഈ വീഡിയോ കാണുന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡ് നേരിട്ട് കാണുമ്പോൾ പക്ഷെ ഒരുപാട് ഇഷ്ടമാവും ചെയ്യും. ഒറിജിനൽ മിറർ വർക്ക്, ബീഡ്സ് വർക്ക്. യോക്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് ഉള്ളൂ. 6/12 പീസിൽ പാനൽ കട്ട് മോഡൽ. പിന്നെ 46 ലെങ്ത്, ലൈറ്റ് വെയിറ്റ്, സോഫ്റ്റ് ഫാബ്രിക്. ബേക്കിൽ ഇങ്ങനെയാണ് വരിക. പിന്നെ 650 ഫ്രീ ഷിപ്പിംഗ്. യോക്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് ഉള്ളൂ. സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണുക, വീഡിയോ മുഴുവൻ കാണുക. വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കറക്റ്റ് സ്ക്രീൻഷോട്ട് സൈസ് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നമ്പർ തന്നിട്ടുണ്ട്, ആ നമ്പറിലായിരിക്കും ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് ഇതിന്റെ തന്നെ വേറെ ഗ്രേപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പർപ്പിൾ ഷെയ്ഡ് ആണ്. M2 ഡബിൾ എക്സൽ സൈസ് ആണ്. യോക്കർ ഫ്രണ്ട് ആൻഡ് ബാക്ക് മാത്രം ലൈനിങ് ഉള്ളൂ. 46 ലെങ്ത് ഉണ്ട്. 6 to 6/12 പീസിൽ പാനൽ കട്ട് മോഡലാണ്. പിന്നെ ഒറിജിനൽ മിറർ വർക്ക് വിത്ത് ബീഡ്സ് വർക്ക് ആണ്. പ്യൂർ ആയിട്ടുള്ള കാന്ത കോട്ടൺ ആണ്. ലൈറ്റ് വെയിറ്റ് ആണ്, സോഫ്റ്റ് ഫാബ്രിക് ആണ്. അപ്പൊ ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. 650 ഫ്രീ ഷിപ്പിംഗ്. 650 ആണ്. അടിപൊളിയായിട്ടുള്ള മോഡലാണ്. ഈ ഒരു മോഡൽ മിസ്സാക്കണ്ട. അപ്പം ഞാൻ സ്ലോ ആയിട്ട് പറയുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇത് മിസ്സാക്കണ്ട, റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കലങ്കാരി പ്രിന്റിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള 2 പീസ് സെറ്റ് ആണ്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത്യാവശ്യം കട്ടിയുണ്ട് ഫാബ്രിക്കിന്. കൂടാണ്ട് പ്യുവർ കോട്ടൺ ആണ്, കലങ്കാരി പ്രിന്റ് ആണ്. അപ്പം ഞാൻ ഇത് A-line മോഡലാണ്, 2 പീസ് സെറ്റ് ആണ്, ടോപ്പ് ആൻഡ് ബോട്ടം ആണ്. ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ റീസ്റ്റോക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുമായുള്ള ട്രെൻഡി കളക്ഷൻ ആണ്. അപ്പം M2 ഡബിൾ എക്സൽ എല്ലാം തന്നെ M2 ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എങ്ങനെയാണ് അതിന്റെ വ്യൂ? നല്ലൊരു മോഡലാണ് കേട്ടോ. നല്ല മോഡൽ വെച്ച് നല്ലൊരു സോഫ്റ്റ് ഫാബ്രിക് വിത്ത് ലൈറ്റ് വെയിറ്റും കൂടിയാണ്. ഇങ്ങനെയാണ് അതിന്റെ 2 പീസ് സെറ്റ് വരിക. അപ്പം പ്രിന്റ് വരുന്നത് നോക്കിക്കോളും. നമുക്ക് പ്രിന്റ് ചെറിയൊരു വ്യത്യാസമുള്ള പ്രിന്റേ ഉണ്ടാവുള്ളൂ. ഈ ഒരു മാംഗോവിന്റെ ഒരു പ്രിന്റ് ആണ്. പിന്നെ വിത്തൗട്ട് ലൈനിങ് ആണ്, A-line ആണ്, 46 ലെങ്ത് ഉണ്ട്. നമ്മുടെ ബോട്ടം എന്ന് പറയുന്നത് ബേക്ക് ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പട്ട, ടൈ ചെയ്യാൻ ഡോറി. കൂടാണ്ട് പോക്കറ്റും ഉണ്ട്, 38 ലെങ്ത്തും ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേണും ആണ്. സീക്രട്ട് പാന്റിന് ഓപ്പണിംഗ് പോലെ നല്ലൊരു ഓപ്പണിങ്ങും ഉണ്ട്. മീൻസ് നല്ലൊരു നമുക്ക് വെയർ ചെയ്യുമ്പോൾ മീൻസ് കംപ്ലീറ്റ് വേറെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. 46 ലെങ്ത് ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ബോട്ടം കൂടി വേറെ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഇത്രയും ഒരു ഏരിയ കാണാൻ പറ്റുള്ളൂ, പക്ഷെ ആ ഏരിയ കാണുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ. റേറ്റ് വരുന്നത് 825 ഫ്രീ ഷിപ്പിംഗ്. 825 825 ഫ്രീ ഷിപ്പിംഗ് ആണ്. 2 പീസ് സെറ്റ് ആണ്. M2 ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ്. A-line ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള 2 പീസ് സെറ്റ്. റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നല്ല. യോക്കിൽ വരുന്നത് ഫുൾ ബീഡ്സ് വർക്ക് ആണ്. നമ്മുടെ പാച്ച് വരിക. റൗണ്ട് നെക്ക് ആണ്. ഇറുങ്ങിയിട്ടൊന്നുമല്ല, കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യുകയും ചെയ്യാം.
ഈ ക്ലൈമറ്റ് യൂസ് ചെയ്യാൻ പറ്റിയതും കൂടിയാണ് കേട്ടോ. അതായത് ഞാൻ വരുന്ന പ്രിന്റിന്റെ ചെറിയൊരു വ്യത്യാസം ഉള്ളതേ ഉള്ളൂ. ഈ ഒരു പ്രിന്റ് മീൻസ് ഒരു ഇച്ചിരി വിട്ടിട്ടായിട്ടുള്ള നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ. അതാണ് ഞാൻ കാണിച്ചു തരാം. മീൻസ് ഇത് എങ്ങനെയാണ് എൻ്റെ പ്രിന്റ് വരുക. നമ്മുടെ ഈ ഒരു പ്രിന്റ് എൻ്റർലി ഡിഫറെന്റ് ആണ്. ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വിത്ത് നല്ലൊരു പ്രിന്റും ഇത് നല്ലൊരു എന്താ പറയാ ഒരു മസ്റ്റാർഡ് യെല്ലോ ഓർ മാംഗോ യെല്ലോ ഷെയ്ഡ് വിത്ത് നല്ലൊരു പ്രിന്റും ഇങ്ങനെയാണ്. ഒറിജിനൽ മിറർ വർക്ക് വിത്ത് ബീഡ്സ് വർക്ക് ആണ്. ഡയറക്റ്റ് കാണാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാവും. എ ലൈൻ ആണ്, വിത്തൗട്ട് ലൈനിങ് ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ്, എ ലൈൻ ആണ്, M2XX സൈസ് ആണ്, 46 ലെങ്ത് ഉണ്ട്, കലങ്കാരി പ്രിന്റ് ആണ്. ഈ ക്ലൈമറ്റ് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ബോട്ടം എന്ന് പറയുന്നത് നല്ലൊരു ബോട്ടമാണ് കേട്ടോ. പ്രിന്റ് നല്ല വ്യത്യാസമുണ്ട്. ബോട്ടത്തിന് ആ പ്രിന്റ് ആയാലും വ്യത്യാസമുണ്ട്, ഈ ഒരു പ്രിന്റ് ആയാലും വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതാ വേണ്ടത് കറക്റ്റ് സ്ക്രീൻഷോട്ട് അയക്കുക. 825 ഫ്രീ ഷിപ്പിംഗ് ആണ്. സോഫ്റ്റ് ഫാബ്രിക് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പം ഈ രണ്ട് മോഡലാണ് കലങ്കരി പ്രിന്റിൽ 2 പീസ് സെറ്റ് കേട്ടോ. ജോർജറ്റ് ഫാബ്രിക് ആണ്, M2XX ആണ്. നല്ലൊരു യോക്കിൽ ഫുൾ എംബ്രോയിഡറി വർക്ക്, സ്ലീവ് വിത്തൗട്ട് ലൈനിങ്, എൻഡിലും നല്ലൊരു മീൻസ് എംബ്രോയിഡറി വർക്ക്, നല്ലൊരു ദുപ്പട്ടയാണ്. ഫുൾ കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക്, അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി വർക്ക്. 2.25 ഉണ്ട് നമ്മുടെ ദുപ്പട്ടയ്ക്ക്. സാറ്റിൻ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ബോട്ടം ആണ്. 38 ലെങ്ത് ഉണ്ട്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്, ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്. റേറ്റ് വരുന്നത് 1199, 1199 കേട്ടോ. അപ്പം M2XX സൈസ് 3 പീസ് സെറ്റ്, ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്, ജോർജറ്റ് കംപ്ലീറ്റ് ജോർജറ്റ് ഫാബ്രിക് ആണ്. പിന്നെ സാറ്റിൻ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടം, ബേക്ക് ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പട്ട, ടൈച്ചിൻ ഡോറി, പിന്നെ പോക്കറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 38 ലെങ്ത് ഉണ്ട്. ദുപ്പട്ടയ്ക്ക് 2.25 ഉണ്ട്. ടോപ്പിന് 46 ലെങ്ത് ഉണ്ട്. ക്രേപ്പ് ലൈനിങ് ആണ്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്. നല്ലൊരു മോഡലാണ് കേട്ടോ. പീക്കോ ഗ്രീൻ ഒന്നല്ല, ബ്ലൂ ഗ്രീൻ ഒന്നല്ല, നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ആണ്. റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നല്ല, ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും. കളർ ഡാർക്ക് വൈൻ ഷെയ്ഡ് ആണ്. M2XX സൈസ് ആണ്. ജോർജറ്റ് ഫാബ്രിക് ആണ്. ഹാൻഡിന് വിത്തൗട്ട് ലൈനിങ്, എംബ്രോയിഡറി വർക്ക് ആണ്. യോക്കിൽ വരുന്നത് ഫുൾ മെഷീൻ എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ. നമുക്ക് മെഷീൻ എന്ന് പറയാൻ പറ്റില്ല, ഹാൻഡ് എംബ്രോയിഡറി വർക്കും പറയാം. കാരണം വെച്ചാൽ അത്രയ്ക്കും നല്ലൊരു ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ്. സൈഡ് സ്ലിറ്റ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ്. അടിപൊളിയായിട്ടുള്ള 2.25 ദുപ്പട്ട എംബ്രോയിഡറി വർക്കും കൂടിയാണ്. സാറ്റിൻ ഫാബ്രിക് ആണ്. M2XX സൈസ് അവൈലബിൾ ആണ്. 1199 ഷെയ്ഡാണ്. നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. റെഡ് അല്ല, കണ്ണടിക്കുന്ന റെഡ് ഒന്നല്ല, നല്ലൊരു മെറൂൺ എന്നും പറയാൻ പറ്റില്ല, ഡാർക്ക് മെറൂണും അല്ല, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. പിന്നെ M2XX സൈസ് അവൈലബിൾ ആണ്. ജോർജറ്റ് ഫാബ്രിക് ആണ്, സാറ്റിൻ ആണ്, 3 പീസ് സെറ്റ് ആണ്. 1199 ആണ്. പിന്നെ മിസ്സാക്കണ്ട, റീസ്റ്റോക്ക് ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാം കളക്ഷൻസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ ഓഫർ സെയിലുമായിട്ട് വീണ്ടും വരുന്നതാണ്.